ആൺകുട്ടികളുണ്ട്, ഞാൻ പെൺകുട്ടികളെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം അവരൊക്കെ വഴിക്കിടി പോകുമ്പോൾ മൊബൈലിൽ സംസാരിച്ചിട്ടാ പോകും. ഒന്ന് ആലോചിച്ച് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ പോലും മൊബൈലിൽ സംസാരിച്ചു പോകുന്നു. അതൊരുപാട് ഒരു വിശ്വാസമില്ലായ്മയാണ്. നീ സ്ത്രീകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പബ്ലിക്കായിട്ട് പറ. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം. പക്ഷെ അവിടെ എപ്പോഴും നീ തന്നെയായിരിക്കും തെറ്റുകാരനാവുക. ഇവരുടെയൊക്കെ ഒരു സ്വഭാവം കാരണം നമുക്കത് പറയാതിരിക്കാനും പറ്റുന്നില്ല. അല്ലേ സന്തോഷ്? നാം പറയുന്ന ഈ വാക്കുകളൊക്കെ ഒരു പഴിയായിട്ട് മാത്രമേ കാണുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയോ? അവരൊരു സ്ത്രീ ആയതും കൊണ്ടല്ല, പറഞ്ഞ വ്യക്തി ആരാണ് എന്നാണ് നോക്കുന്നത്. നടൻ സലീം കുമാർ കഴിഞ്ഞ ഒരു ദിവസം ഒരു പ്രസ്താവന പറഞ്ഞു. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ റോട്ടിലൂടെ വരുന്നവർ മുഴുവൻ എന്നെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ അവരെ ഫേസ് ചെയ്തിരിക്കാനുള്ള റോട്ടിൽ കൂടി ഇറങ്ങിയപ്പോ തന്നെ എതിരെ. ഓക്കെ, ആള് പറഞ്ഞത് ശരിയാവാം, തെറ്റാവാം, അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, എല്ലാം ശരിയാണ്. പക്ഷെ അതിനെതിരെ ഇപ്പോൾ വിനായകൻ വന്നിരിക്കണ കണ്ടില്ലേ? സലീം കുമാറിനോട് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറെ കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട്. കൂ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിലൊരു റെഡ് മാർക്കും ഇട്ടുണ്ട്. വിവാദമായപ്പോൾ ആൾ